കാര്യങ്ങളൊക്കെ നന്നായിട്ടാണ് പോകുന്നത്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് എത്തുന്നില്ല. പല കാരണങ്ങളുണ്ടാവും. പലപ്പോഴും സംഭവിക്കുന്നത് സോഷ്യൽ മീഡിയ അതിൻ്റെ അകത്ത് ഒരു വല്ലാത്തൊരു പങ്ക് വഹിക്കുന്നുണ്ട്. പലപ്പോഴും കുറച്ച് സമയം സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കുന്നുണ്ടാവും. സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന അതേ ഫീൽഡിലുള്ള ആൾക്കാർ സക്സസ്ഫുൾ ആയതിന്റെ സ്റ്റോറീസ് മറ്റുമൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ വെറുതെ കമ്പയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് നമ്മൾക്കായിട്ട് സമയം മാറ്റിവെക്കാനില്ലാത്ത അവസ്ഥ. പലപ്പോഴും സംഭവിക്കുന്നത് പ്രൊഡക്റ്റീവ് ടൈം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ കുറവാണെന്ന് കാണാൻ പറ്റും. എല്ലാ ദിവസവും നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾ രാവിലെ ഉണർന്ന് രാത്രി ഉറങ്ങാൻ പോകുന്നവരുള്ള സമയം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റീവായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിരിക്കുന്ന ഫീൽഡിൽ നമുക്ക് സക്സസ് ആവാൻ ആവശ്യമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ പുതിയതായിട്ട് ചെയ്തു, അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്പീഡിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു എന്ന് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും കാണാൻ പറ്റുന്നത് ചെയ്ത കാര്യങ്ങൾ തന്നെ വളരെ കുറച്ച് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുള്ളൂ. ഇപ്പൊ സ്പീഡിനനുസരിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പത്തെ പുതിയ ഒരു 2010 ശേഷം ജനിച്ച ആൾക്കാരെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരും അതിനു മുമ്പുള്ള ആൾക്കാരും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ ഒരു മിനിറ്റിൽ നമുക്ക് പ്രോസസ് ചെയ്യാൻ പറ്റുന്ന വേർഡ്സ് പഴയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് സപ്പോസ് ഒരു 60 ആണെന്നുണ്ടെങ്കിൽ ഇപ്പോ നിലവിലുള്ള ആൾക്കാരുടെ അവസ്ഥ എന്ന് പറയുന്നത് അത് 180 തിരിച്ചറിയണം. അത്ര സ്പീഡിലാണ് പ്രോസസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ രണ്ടിന്റെ ഇടക്ക് വന്നിട്ടാണ് ബാക്കിയുള്ള ആൾക്കാർ നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് നമുക്ക് പ്രോസസ് ചെയ്യാൻ പറ്റുന്ന വേർഡ്സിന് പരിമിതികളും, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോസസ്സിംഗ് സ്പീഡ് ഭയങ്കരമായിട്ട് കൂടിയിട്ടില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ ഇടപെടുന്ന സ്ഥലം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സോഷ്യൽ മീഡിയയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഇടപെടുന്ന സ്ഥലം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ സ്പീഡിലായി. 1-2 എക്സാമ്പിൾ പറയാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ നന്നായിട്ട് ഫോൺ ഉപയോഗിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയം നിങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുരുങ്ങിയത് ഒരു 10 തൊട്ട് 15 പേരുടെ ഫോൺ നമ്പർ മനഃപ്പാടമായിരുന്നു. ശരിയല്ല? പക്ഷെ ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട 1-2 പേരുടെ ഫോൺ നമ്പർ മാത്രമേ ഓർമ്മയിലുണ്ടാവും. സ്വന്തം ഫോൺ നമ്പർ പോലും അറിയില്ലാത്ത ആൾക്കാർ, മിസ്ഡ് കോൾ അടിക്കുന്ന ആൾക്കാരെ നമ്മൾ കാണാം, ഇല്ലേ? അപ്പൊ എന്താ സംഭവിക്കുന്ന വെച്ചാൽ നമുക്ക് സൗകര്യങ്ങൾ കൂടുന്നതനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ ചില ബ്രെയിന്റെ ഭാഗങ്ങളെ നമ്മൾ തന്നെ പ്രവർത്തിപ്പിക്കാതാക്കിയിട്ടു. മനക്കണക്ക് കൊണ്ട് എത്ര വേണമെങ്കിലും വലിയ കണക്കുകൾ കൂട്ടിക്കൊണ്ടിരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 2x2 എന്ന് നോക്കിയാൽ പോലും അത് കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഈ സ്പീഡ് വന്ന സമയത്ത് സ്പീഡിനെ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്തത്. പക്ഷെ അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ സ്കില്ലും കുറച്ച് നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഈ സ്കില്ല് നഷ്ടപ്പെടുത്താതെ തന്നെ ആ ഉള്ള സ്കില്ലിനെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് AI പോലുള്ള ടെക്നോളജി യൂസ് ചെയ്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അങ്ങനെ പ്രയോജനപ്പെടുത്തുന്ന ആൾക്കാരാണ് നമ്മൾ ഈ കാണുന്ന ശരവേഗത്തിൽ പോകുന്ന ആൾക്കാർ. പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും എല്ലാവരും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. അപ്പൊ പഴയ ഒരു വിഷനൊക്കെ വെച്ചിട്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ സ്പീഡിനനുസരിച്ചിട്ട് പറ്റുന്ന ഒരു വിഷൻ അല്ല നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സ്പീഡ് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. നിങ്ങളുടെ വിഷൻ അനുസരിച്ചുള്ള സ്പീഡ് നിങ്ങൾക്ക് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ടെക്നോളജി യൂസ് ചെയ്യേണ്ട സ്ഥലത്ത് ടെക്നോളജി യൂസ് ചെയ്യുകയും, ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചില ഓൾ ഓഫ് എ സഡൻ അത്ര പ്രത്യേകിച്ച് വലിയ സ്കില്ലോ അല്ലെങ്കിൽ അത്ര വലിയ ഫിഗറോ ഒന്നും ഇല്ലാത്ത ആൾക്കാർ ചിലപ്പോൾ വന്ന് സോഷ്യൽ മീഡിയ വരുന്നു, അവരെന്തെങ്കിലും ഒരു സാധനം ഏറ്റെടുക്കുന്നു, അതിലൂടെ വൈറലാകുന്നു, അതൊരു ഇൻകം സോഴ്സ് ആയിട്ട് മാറുന്നു, അത് അവരുടെ ഫീൽഡായിട്ട് തിരഞ്ഞെടുക്കുന്നു. നമ്മൾ ഇഷ്ടംപോലെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ പല ആൾക്കാരും പല കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഞാൻ ചെയ്താൽ ശരിയാകുമോ, എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റുമോ എന്നുള്ള ധാരണ കൊണ്ട് ഇതൊന്നും ചെയ്യാതിരിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഈ സ്പീഡിനെ അനുസരിച്ചിട്ട് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളും അതുമായിട്ടൊന്ന് ലിങ്ക് ആവും. നിങ്ങൾ ഏത് ഫീൽഡിലാണെങ്കിൽ പോലും ആ ഫീൽഡിൽ ഈ പറഞ്ഞ ടെക്നോളജി എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും, ടെക്നോളജി യൂസ് ചെയ്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്ത് നോക്കണമെങ്കിൽ അറിയാൻ പറ്റും. അതിന് നമ്മുടെ വിഷൻ നമ്മളൊന്ന് കുറച്ചുകൂടി വലുതാക്കും. അവിടെ നമ്മുടെ ബോഡി മൈൻഡ് ബ്രെയിനൊക്കെ ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്യും. പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഒരുപോലെ ആണെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ സ്പീഡ് നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ സംഭവിക്കുന്ന കാര്യം ഇത്തരം സാധനത്തിലേക്കൊന്നും നമ്മൾ പോകില്ല. നമ്മളിപ്പം നിലവിലുള്ള അടുത്ത് തന്നെ ചുറ്റി കറങ്ങും. എന്നിട്ട് ഇതിനെ കുറിച്ചിട്ടൊക്കെ ഇൻഫർമേഷൻ ഉണ്ട്. ഇത് ഭയങ്കര സ്ട്രെയിൻ ആണെന്ന് കൂടി ഓർത്തോളൂ. AI കുറിച്ചുള്ള ഇൻഫർമേഷൻ ഉണ്ട്. ഇപ്പൊ ചില ആൾക്കാർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേണ്ടി തീരുന്നതിനും എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ AI സഹായം തേടി അത് ഉറപ്പുവരുത്തി.
അവിടെ ചെറിയൊരു കാര്യം സംഭവിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സ്പീഡിന് വേണ്ടിയിട്ട് എയുടെ സപ്പോർട്ട് എടുക്കണം. പക്ഷെ നിങ്ങളുടെ സ്വാഭാവികമായിട്ടുള്ള ചിന്തിക്കാനുള്ള ശക്തി ഇല്ലാതാക്കരുത്. ചില കാര്യങ്ങൾ വരുന്ന സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു കോമൺ സെൻസ് കൂടി വെച്ചിട്ടാണ്. എല്ലാം എയിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ നേരത്തെ കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്ന പോലെയോ ഫോൺ നമ്പർ എടുക്കാൻ വേണ്ടി മൊബൈൽ ഉപയോഗിക്കുന്നവർ സംഭവിക്കുന്നുണ്ടാവും. ഈ ടെക്നോളജിയുടെ അഡ്വാൻസ്മെന്റ് നല്ലതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കില്ല് പോകാതെ കൂടി ഉപയോഗിക്കണം. എ ഉപയോഗിക്കേണ്ട സ്ഥലത്ത് എ ഉപയോഗിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പീഡ് ഒപ്പത്തിന് സ്പീഡ് പോകാൻ പറ്റൂല. പക്ഷെ എല്ലാത്തിലും വരുന്ന സമയത്ത് നമ്മളിത് എവിടെയാണ് നിൽക്കുന്നതിനെ കുറിച്ച് നമുക്ക് നല്ല ധാരണ ഉണ്ടാവും. അപ്പൊ ചില സ്ഥലത്ത് വെച്ചിട്ട് നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് സ്ലോയിലായാൽ നിങ്ങളുടെ ചില അവസരങ്ങൾ നഷ്ടപ്പെടും. ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അപ്പൊ ടെക്നോളജി നന്നായിട്ട് യൂസ് ചെയ്യാം. ആലോചിച്ച് ഉറപ്പിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റണം. എല്ലാ സ്ഥലത്തും സംഭവിക്കുന്നുണ്ടാവും. ഇനിയിപ്പോ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വീട്ടിൽ തന്നെ കൂടുതലായിട്ട് മൊബൈൽ ഉപയോഗിക്കുന്ന കുട്ടികളെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി വിളിച്ചു വരുത്താൻ വേണ്ടി അവരുടെ ഫോണിലേക്ക് തന്നെ വിളിക്കുന്ന തമാശകളൊക്കെ നമ്മൾ കാണാറുണ്ട്. സംഭവം ശരിയാണ്. അവരവിടെ പോയി ചിലപ്പോൾ കുലുക്കി വിളിച്ചാൽ അവർ ഇറങ്ങുന്നില്ല. പക്ഷെ ഒരു കോള് വന്നാൽ അത് ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്തെന്ന്. ഇത് നമ്മളാണ് തീരുമാനിക്കുന്നത്. ടെക്നോളജി കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാക്കാം. അതുപോലെ തന്നെ ടെക്നോളജി കൊണ്ട് നമുക്ക് നമ്മളുടെ പല സ്കില്ലും ഇല്ലാതാകും. ഈ പലപ്പോഴും നമ്മളുടെ സോഷ്യൽ മീഡിയ നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പൊ ഏത് സോഷ്യൽ മീഡിയ ആണെന്നുണ്ടെങ്കിലും അത് അതിന്റെ അൽഗോരിതം സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഒരെണ്ണം കണ്ടു കഴിയുമ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള അടുത്തയിലേക്ക് നിങ്ങൾ എത്തിക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഒരു വീഡിയോ കണ്ടുകൊണ്ട് ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പോകാൻ പറ്റില്ല. ഒന്ന് കഴിഞ്ഞ് പറഞ്ഞാൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ല അടുത്തത് നിങ്ങളുടെ മുമ്പിലേക്ക് ജമ്പ് ചെയ്ത് വന്നു കഴിഞ്ഞു. നിങ്ങൾ സ്ക്രോൾ ചെയ്യേണ്ട, അടുത്ത വന്നു കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്തെ കുറിച്ചിട്ട് ഒരു ധാരണ ഉണ്ടാവില്ല. അത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസം എത്ര സമയം ഇതില് ടെലഫോൺ ഉപയോഗിച്ചു, നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചു എന്നത് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആപ്പ് ഉണ്ട്. ആപ്പ് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ ഇന്നത്തെ ദിവസം എത്ര സമയം ഫോൺ ഉപയോഗിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളെ ഞെട്ടിപ്പിച്ചുകൊണ്ട് 6 മണിക്കൂർ കൂടുതൽ നിങ്ങൾ മൊബൈൽ ഉപയോഗിച്ചു എന്നുള്ളത് കാണാൻ പറ്റും. ഒരുപക്ഷെ നിങ്ങൾക്ക് വിശ്വാസം വരുന്നുണ്ടാവില്ല അല്ലേ? അല്ലെങ്കിൽ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിക്കോ, ഉറപ്പായിട്ടും മനസ്സിലാവും. അവിടെ തന്നെ നിങ്ങൾ ഏതൊക്കെ സമയം ഉപയോഗിച്ചു, ഫോൺ കോളിന് വേണ്ടി നിങ്ങൾ ഉപയോഗിച്ചതും മെസ്സേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉപയോഗിച്ചതും നോക്കിയാൽ അത് വളരെ ചുരുക്കമായിരിക്കും. വാട്സപ്പുകളും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും അങ്ങനെയുള്ള സാധനം ഉപയോഗിച്ചിരിക്കുന്നതായിരിക്കും അതിന്റെ ഒരു 70% സമയം. ഈ 70% സമയം നമ്മൾ എന്താണ് ചെയ്തതെന്ന് നോക്കും. കുറെ ജങ്ക് നമ്മുടെ അകത്തേക്ക് വന്നിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് പുറത്ത് പറയാൻ ധൈര്യമില്ലാത്ത ആൾക്കാർ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ആൾക്കാർ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിൽ ഇറങ്ങി ചോദിച്ചറിയാൻ പറ്റും. ഇവർ നാട്ടിൽ പല ആൾക്കാർക്ക് അവർ അറിയാൻ കൂടി പറ്റത്തില്ല. പൊതുവിഷയങ്ങളൊന്നും ഇടപെടുന്ന ആൾക്കാരും ആയിരിക്കത്തില്ല. ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഈ ഒളിഞ്ഞിരുന്ന് സംസാരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് സോഷ്യൽ മീഡിയ. അവര് ഒരു മേക്കപ്പ് കേട്ടിരിക്കാൻ പറ്റും. കാരണം കുഴപ്പമൊന്നുമില്ല, ഭയങ്കരമായിട്ടൊക്കെ സംസാരിക്കാൻ പറ്റും. നമ്മൾ അവരെ കുറിച്ചിട്ട് നാട്ടിലൊന്ന് തിരക്കിയൊന്നും ഒരു മനുഷ്യനും അറിയില്ലെന്ന് മാത്രമല്ല അവർ അത്തരം കാര്യങ്ങളിൽ ഇടപെടുന്ന ആളുമായിരിക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകണമെങ്കിൽ ആ ഏരിയയിൽ തന്നെ ഓടി ഒളിക്കുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ ആൾക്കാർ. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ പരിചയമുള്ള ആൾക്കാർ ഫേസ്ബുക്കിലൊക്കെ വന്ന് ചില കമന്റ് ഒക്കെ ഇടും. ഇവരെ കുറിച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കുറച്ച് ചിലപ്പോൾ ഒരുപക്ഷെ കൂടുതൽ ആൾക്കാരും ഭയങ്കര സ്വഭാവത്തെ കുറിച്ചിട്ടും മറ്റുള്ള ആൾക്കാരുടെ മാന്യതയെ കുറിച്ചൊക്കെ പറയുന്ന ആൾക്കാർ കുറച്ച് സ്വഭാവ ദൂഷ്യമുള്ള ആൾക്കാരായിട്ടും നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ എന്റെ ഏരിയ വെച്ചിട്ട് ഞാൻ പറഞ്ഞത് ചില ആൾക്കാരൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ട ആൾക്കാർ അതിനെ കുറിച്ചിട്ട് ഭയങ്കരമായിട്ട് വ്യാജാലമായിട്ടൊക്കെ സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റും. ഇതൊക്കെ കേട്ടിട്ട് ഇതാണ് ലോകം, ഇതാണ് ശരി എന്ന് ചിന്തിക്കുന്ന ഒരു കുഴപ്പം പിടിച്ച സ്ഥലവും കൂടിയുണ്ട്. ഞാൻ പറഞ്ഞത് ഇവിടെയാണ് നമ്മളുടെ സ്വന്തമായിട്ടുള്ള നമ്മുടെ ചിന്താഗതി ഇല്ലാതാക്കുന്നത്. ഏതൊരു കാര്യം കേൾക്കുന്ന സമയത്തും നമ്മളുടെ അനലൈസ് ചെയ്യുന്നു, ഇതിനെ വേറൊരാൾക്ക് പണയം വെക്കുന്നു. പലപ്പോഴും സംഭവിക്കുന്നവർ അവിടെയാണ്. നിങ്ങൾക്ക് ചില ഡിസിഷൻസ് തെറ്റായിട്ട് വരും, നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായിട്ട് വരും. നിങ്ങളുടെ വിഷൻ അനുസരിച്ചിട്ട് നമ്മൾ ജീവിക്കണം. നമുക്ക് വേറൊരാൾ പുറത്തുനിന്ന് വന്ന സ്വാധീനത്തിലാവരുത്. നിങ്ങൾ തീരുമാനം എടുക്കേണ്ടത് പലപ്പോഴും പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടായിരിക്കും. ബിസിനസ്സിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം ചില കാര്യങ്ങൾ പുറത്തുനിന്നുള്ള ആൾക്കാരുടെ അഭിപ്രായം കൊണ്ട് നമ്മൾ ചില തീരുമാനം എടുക്കും. അയാൾക്ക് വേറെ അജണ്ടകളുണ്ട്. പലപ്പോഴും നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും പല കാര്യങ്ങളും ഒരു ക്രൗഡിന്റെ ഒരു തീരുമാനം ഉണ്ടാവും. പലപ്പോഴും ക്രൗഡ് ശരിയാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് തെറ്റുപറ്റില്ല. നിങ്ങൾ അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ
എത്തിക്സിനും വാല്യൂസിനും പ്രിൻസിപ്പിൾസും അനുസരിച്ചിട്ടാണ് ഡിസിഷൻ എടുക്കുന്നത്. ഈ ഡിസിഷൻ നിങ്ങൾ എടുക്കുന്നതാണ്. നിങ്ങളെ സ്വാധീനിക്കുന്ന പുറത്തുള്ള ഘടകങ്ങളാണെന്നുണ്ടെങ്കിലാണ് പലപ്പോഴും അങ്ങനെ നമ്മളൊരു തീരുമാനം എടുക്കും. തീരുമാനം എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പിന്നെയുള്ള കാലം ഭയങ്കര ടെൻഷൻ ആയിരിക്കും. കാരണം അത് ശരിയായില്ല, ഇത് ശരിയായില്ല, അതെങ്ങനെ ശരിയാവും, കാര്യങ്ങളൊന്നും ശരിയായ രീതിയിൽ പോകുന്നില്ല എന്നുള്ള തീരുമാനങ്ങളൊക്കെ വരുന്നത് ഡിസിഷൻ മറ്റൊരാളുടെ പ്രേരണയിൽ എടുക്കുമ്പോഴാണ്. പക്ഷെ സ്വന്തം ഡിസിഷൻ ആണെങ്കിൽ ഒരു ചെറിയ പ്രത്യേകത കൂടെ ഉണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു എളുപ്പ വഴി ഞാൻ പറയുന്നത് ഭയങ്കര സയന്റിഫിക് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ഈ പ്രേമവിവാഹം കഴിച്ചിട്ടുള്ള ആൾക്കാരെ നോക്കിയാൽ പഴയ കാലത്തെയാണ് കേട്ടോ, ഇപ്പൊ തന്നെ ഇപ്പൊ അവന് വലിയ തടസ്സമൊന്നുമില്ല. പണ്ട് രണ്ടുപേര് തമ്മിൽ പ്രേമിച്ച് കല്യാണം കഴിക്കണം, പ്രത്യേകിച്ച് വ്യത്യസ്ത ജാതി കൂടിയാണെന്നുണ്ടെങ്കിൽ, മതത്തിൽപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ടഫായിരുന്ന ഒരു കാലഘട്ടവും. ഇപ്പൊ പക്ഷെ അത്ര ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു വന്നിരിക്കുന്ന ആൾക്കാർ ജീവിതത്തിൽ സക്സസ്ഫുൾ ആവുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണെന്ന് അറിയാം, അവര് തീരുമാനം എടുക്കുന്ന കാര്യത്തിൽ വളരെ നിർബന്ധ ബുദ്ധിയുള്ളവരാണ്. പക്ഷെ അതിനൊക്കെ പ്രധാനപ്പെട്ട കാര്യം അവരെടുത്ത തീരുമാനമായതുകൊണ്ട് തന്നെ അത് ശരിയാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ മുന്നേറുന്ന ആൾക്കാരാണ്. സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം തീരുമാനമെടുത്ത അവരാണ്. ഒരുപക്ഷെ അതിന് ബാഹ്യമായിട്ടുള്ള പല പ്രേരണകളും ഉണ്ടാവും. പക്ഷെ എടുത്ത തീരുമാനം ശരിയാണ് എന്ന് ബോധ്യപ്പെടുത്തുക അവരെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോൾ പല കാര്യങ്ങളും ഉണ്ടാവും. ഒരുപക്ഷെ നമുക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ലതാണെന്ന് ഒരാൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. അല്ല, പല കാര്യങ്ങളും കൊണ്ടാണ് നമ്മൾ ചില തീരുമാനം എടുക്കുക. പക്ഷെ ഈ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ തീരുമാനം നമ്മളുടേതാണ്. തീരുമാനം എടുത്തു, അതിൽ നമ്മൾ ഇറങ്ങി പുറപ്പെട്ടതിന് ശേഷം മറ്റൊരാളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. നമ്മളൊരു തീരുമാനം എടുത്താൽ ഞാൻ എടുത്ത തീരുമാനം ശരിയാണ് എന്ന് പ്രൂവ് ചെയ്യേണ്ടത് നമ്മളുടെ മാത്രം ഉത്തരവാദിത്തം എന്ന് മനസ്സിലാക്കുകയും നമ്മുടെ വിഷൻ കറക്റ്റ് ചെയ്യുകയും നമ്മളുടെ പ്രിൻസിപ്പിളിനും അതുപോലെ തന്നെ നമ്മളുടെ എത്തിക്സിനും വാല്യൂസിനും പറ്റുന്ന ഒരു മേഖലയാണെന്നുണ്ടെങ്കിൽ 100% അതിൻ്റെ അകത്ത് വിജയം വരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്നുള്ള തിരിച്ചറിവ്. അതിന് നമുക്കിപ്പോൾ കിട്ടുന്ന ടെക്നോളജിയും അതുപോലെ തന്നെ അഡ്വാൻസ്മെന്റുകൾ എല്ലാം ഉപയോഗിക്കാൻ പറ്റും. അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്ന ഉറപ്പുവരുത്തണം. പലപ്പോഴും നമ്മൾ പോയിട്ട് സോഷ്യൽ മീഡിയയുടെ ഉപഭോക്താവുന്നതിന് പകരം നിങ്ങൾക്ക് എന്തുകൊണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നന്നായിട്ട് ചെയ്തുകൂടാ? വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു. ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഫീൽഡ് എടുത്ത് നോക്കിയാൽ അവിടെ വോഹോ എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. ഞാൻ വേറൊരു അക്കൗണ്ടിൽ നിന്ന് ഞാൻ ആകെ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ എന്റെ പ്രധാനപ്പെട്ട അക്കൗണ്ടിൽ ഞാനത് ചെയ്യാറില്ല. ഞാൻ ഇന്ന് പേജിനകത്ത് നിന്ന് ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്താ വെച്ചാൽ, എല്ലാ ദിവസവും ഇതിൻ്റെ അകത്തുനിന്ന് ഒരു വീഡിയോ എടുത്ത് ചുമ്മാ ഷെയർ ചെയ്യും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം 1 വർഷത്തോളമായി. പ്രത്യേകിച്ച് വലിയ റിസൾട്ട് ഒന്നും കിട്ടിയില്ല. പക്ഷെ ഇപ്പൊ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ ചെറിയ ചെറിയ റിസൾട്ടുകൾ കിട്ടി തുടങ്ങി. കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തപ്പോഴാണ് കിട്ടിയത്. നമ്മൾ പലപ്പോഴും ചിലപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ നിങ്ങൾ ഉപയോഗിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർത്തോണം. നിങ്ങൾ പോയിട്ട് രാവിലെ പോയിട്ട് ഒരു പോസ്റ്റ് ഇട്ടു, അതിനെല്ലാവരും ഇങ്ങനെ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മുടെ മെയിൻ പ്രൊഫൈലും ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ടാവില്ല. കാരണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് പക്ഷമൊന്നും ഇല്ലാതെ ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നിങ്ങൾക്കൊരു മെയിൻ അക്കൗണ്ട് ഉണ്ടാകേണ്ട അങ്ങനെ ആയിരിക്കും. അല്ലാതെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്ലാതെ നിങ്ങൾക്ക് ബിസിനസിനെ കുറിച്ചിട്ടോ മറ്റൊരു സംബന്ധിച്ച് ഒരു പേജ് ഉണ്ടാക്കി അതിൽ നിന്ന് മാത്രം ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ ചില ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ വരുന്നത് ജസ്റ്റ് സൗഹൃദത്തിന് വേണ്ടി മാത്രമായിരിക്കും. അവിടെ പോയിട്ട് നിങ്ങൾ ബിസിനസ് പറയും. അല്ലാത്ത സ്ഥലത്ത് നിങ്ങൾക്ക് പറയാം. ബിസിനസിന് വേണ്ടി തന്നെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കുക, അതിൽ നിന്ന് പറയും. എന്ത് ചെയ്തിട്ടാണെങ്കിലും ശരിയായ രീതിയിൽ ഉപയോഗിക്കുക. നിങ്ങൾ 1 മണിക്കൂർ അങ്ങോട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 2 മണിക്കൂറെങ്കിലും അവിടെ നിങ്ങൾക്ക് ഇവിടെ തിരിച്ചു കിട്ടും. ആ രീതിയിലൊന്ന് ചിന്തിക്കുക. ബിസിനസ്സിലാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അതിനാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ബിസിനസ് ആയിട്ട് കാണും. ഇപ്പോഴത്തെ ടെക്നോളജിയും അഡ്വാൻസ്മെന്റും എഐയും എല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലൈഫിന് കുറെ കൂടി കംഫർട്ടബിൾ ആണ്. പക്ഷെ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്കില്ലിനെ ഇല്ലാതാക്കരുത്. നമ്മുടെ സ്കില്ലിനെ ഇല്ലാതാക്കുന്ന ലെവലിലേക്ക് വരരുത്. കാരണം നിങ്ങൾ വെറുതെ 2 into 2 4 എന്ന് നോക്കാൻ ഒന്നുകൂടി ഉറപ്പിച്ചേക്കാമെന്ന് പറയുന്ന ലെവലിലേക്ക് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ സ്കില്ലിലുള്ള നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള പ്രോസസ് ചെയ്യുക എന്ന് പറഞ്ഞതിനർത്ഥം നിങ്ങൾ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മുടെ സ്കില്ല് നഷ്ടപ്പെടുത്താതെ ശരിക്കും നമ്മളുടെ ടെക്നോളജി യൂസ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണം. എല്ലാവർക്കും വളരെ മനോഹരമായ ഒരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. ഗുഡ്.